രണ്ട് കിടിലൻ മത്സരങ്ങളാണ് ഇന്ന് യൂറോ കപ്പിൽ നടന്നത്. ടർക്കി 3-1 ജോർജിയയെ പരാജയപ്പെടുത്തിയപ്പോൾ മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗൽ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ച് 3 പോയിന്റുകൾ സ്വന്തമാക്കിയത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ യൂറോ കപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല. കാരണം ഓരോ മാച്ചുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരികയാണ്. ഇപ്പൊ ടർക്കി വേഴ്സസ് ജോർജിയ മത്സരം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഇതൊരു വൺ സൈഡ് മത്സരമായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ജോർജിയ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് ടർക്കിക്കെതിരെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ടർക്കി കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ജോർജിയ ഇന്ന് മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റികൾ വലിയൊരു വില തന്നെ അവർക്ക് കൊടുക്കേണ്ടി വന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ 3 ചാൻസുകൾ ഓപ്പൺ പോസ്റ്റിൽ ടാപ്പ് ഇൻ ചെയ്യാൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ചാൻസ് പുറത്തേക്ക് പോയി, മറ്റൊരു ചാൻസ് ക്രോസ് ബാർ സെറ്റ് ഡിഫ്ലക്റ്റ് ആയി പോയി, ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരുപാട് ചാൻസുകൾ ജോർജിയ മിസ്സാക്കി. അത് തന്നെയാണ് അവരുടെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ടർക്കി കിട്ടിയ ചാൻസുകൾ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു. സെക്കൻഡ് ഹാഫിലെ 65-ാമത്തെ മിനിറ്റിൽ ആർദ ഗോളറിന്റെ ഒരു ഗോൾ ഉണ്ട്. എന്റെ പൊന്നോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ നിന്നാണ് ആ ഷോട്ട് എടുക്കുന്നത്. ഒരു മഴവിൽ ഷോട്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് കേർവ് ചെയ്ത് ബോക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ആ ബോൾ എത്തിക്കാൻ ഗോളറിന് കഴിഞ്ഞു. പുള്ളി ഒരു വണ്ടർ കിഡായിട്ട് മാറുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പിന്നീട് തിരിച്ചു വരാൻ ജോർജിയക്ക് കഴിഞ്ഞില്ല. അവസാന നിമിഷം കൗണ്ടറിലൂടെ 3ാമത്തെ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ടർക്കി 3 പോയിന്റുകൾ സ്വന്തമാക്കുകയും ചെയ്തു. മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗൽ ചെക്കിനെതിരെ ശരിക്കും വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ മതി. കാരണം അത്രയും നല്ലൊരു ഡിഫൻസീവ് പെർഫോമൻസ് ആണ് ചെക്ക് റിപ്പബ്ലിക് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. 74% പൊസിഷൻ പോർച്ചുഗലിന്റെ കയ്യിലായിരുന്നു. അവർ കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഡിഫൻസീവ്ലി ചെക്ക് റിപ്പബ്ലിക് കളിയിൽ പിടിച്ചു നിന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ സോച്ചക്കായാലും വളരെ കൃത്യമായിട്ടുള്ള മിഡ്ഫീൽഡ് ഓർഗനൈസ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു. പോർച്ചുഗലിന്റെ ടീം നോക്കിയാൽ നമുക്കറിയാം, ഈ ഒരു സീസണിൽ ചിലപ്പോൾ കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണ്. അവരുടെ സ്കോർ ഡെപ്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഡിഫൻസിൽ പെപ്പയും റൂബൻ ഡിയാസൊക്കെ അടങ്ങുന്ന ഒരു ഡിഫൻസും, മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പോലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. റൈറ്റ് വിംഗിൽ ബെർണാർഡോ സിൽവ, റൊണാൾഡോ, ഇങ്ങനെ ഒരു താരനിര തന്നെയുള്ള ഒരു ടീമാണ്. ഫസ്റ്റ് ഹാഫിൽ 1-2 കിടിലൻ ചാൻസുകൾ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. റൊണാൾഡോയുടെ ക്ലോസ് റേഞ്ചിൽ ഒരു ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്തു. മറ്റൊരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഫിനിഷ് ചെയ്യാൻ പോർച്ചുഗലിന് കഴിയാതെ പോയി. സെക്കൻഡ് ഹാഫിലാണ് ഞെട്ടിക്കുന്ന ഒരു ഗോളുമായിട്ട് ചെക്ക് റിപ്പബ്ലിക് കളിയിലേക്ക് വരുന്നത്. 62-ാമത്തെ മിനിറ്റിൽ പ്രൊവോഡിന്റെ ഒരു ഗോൾ വരുന്നു. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പുള്ളി ഡിഫ്ലക്റ്റ് ആയി വരുന്ന പന്ത് റിസീവ് ചെയ്യാൻ വേണ്ടി ബോക്സിന് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. റൈറ്റ് വിംഗിൽ നിന്ന് ഒരു ബോൾ സെറ്റ് ചെയ്യുന്നു. ഒരു 1 ടച്ച് ഷോട്ട് എടുക്കുകയാണ്. കൃത്യമായിട്ട് അത് ഗോൾ പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 1-0 ലീഡിലേക്ക് ചെക്ക് വരികയാണ്. അതോടുകൂടി കളിയുടെ ഇന്റൻസിറ്റി നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. പോർച്ചുഗൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് റൈറ്റ് വിംഗിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നത്. ഡിഫൻസിലെ ഒരു മണ്ടത്തരം, ഗോൾ കീപ്പർ ആ ഷോട്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിഫ്ലക്റ്റ് ആയിട്ട് അത് കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തുന്നു. ഒരു ഓൺ ഗോളോടെ 1-1 പോർച്ചുഗൽ കളിയിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ വിചാരിച്ചു ചെക്ക് ആ സമയത്തൊക്കെ ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യും, പ്രഷർ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവർ കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് പോകുന്നു. മിഡ്ഫീൽഡ് പ്രസ് ചെയ്തിട്ട് ബോൾ റിക്കവർ ചെയ്യുന്നു. ബറാക്കൊക്കെ 1-2 കിടിലൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. നന്നായിട്ട് തന്നെ അവസാനത്തെ 15 മിനിറ്റ്സിൽ കളിച്ചു. ആ സമയത്താണ് പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കളി മാറ്റിമറിച്ചു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ സമേഡോ വരുന്നു, വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടെ കോൺസേഷ്യോ ടീമിലേക്ക് കൊണ്ടുവരുന്നു. ഈ 2 സബ്സ്റ്റിറ്റ്യൂഷനും വളരെ കൃത്യമായിട്ട് തന്നെ വർക്ക്ഔട്ടായി. അങ്ങനെ ഇഞ്ചുറി ടൈമിൽ ലെഫ്റ്റ് വിംഗിലൂടെ പെഡ്രോ നെറ്റോ ഒരു ബോളുമായിട്ട് വരുന്നു. ഇത് കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കാൻ നെറ്റോക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് തന്നെയായിരുന്നു. അവിടെയാണ് ഒരു ബ്ലണ്ടർ ഡിഫൻസിൽ വരുന്നത്. ഈ ബോള് കോൺസേഷ്യോയുടെ കാലിലേക്ക് എത്തുന്നു. കൃത്യമായിട്ടുള്ള ഒരു ഫിനിഷാണ് പുള്ളിയുടെ കയ്യിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ 2-1 പോർച്ചുഗൽ കളിയിൽ വിജയിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് കംബാക്ക് പോർച്ചുഗലിന്റെ സൈഡിൽ നമ്മൾ കണ്ടു. ഈ ഗ്രൂപ്പ് എങ്ങോട്ട് പോകുന്നു യാതൊരു ഐഡിയ ഇല്ല. കാരണം ജോർജിയ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ടർക്കി കിടിലൻ ഫോമിലാണ്, പോർച്ചുഗൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇത് ചെറിയ വ്യത്യാസത്തിലാണ് ചെക്ക് റിപ്പബ്ലിക് തോറ്റത്. എന്തും സംഭവിക്കാം എന്നുള്ള ഗ്രൂപ്പാണ്. അതിനിടയ്ക്ക് ജോട്ടയുടെ ഒരു ഗോളൊക്കെ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് ആയത് കാരണം അത് റിവേർട്ട് ചെയ്തു.
റൊണാൾഡോ ഒരു കിടിലൻ ചാൻസ് ക്രിയേറ്റ് ചെയ്തു. പുള്ളിയുടെ ആ ഒരു ഹെഡറിൽ നിന്നാണ് ജോട്ട സ്കോർ ചെയ്യുന്നത്. എന്തായാലും അടിപൊളി മത്സരം തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.